ഒച്ചത്തി പറ, ഒച്ചത്തി പറ. നമ്മൾ പലതരത്തിലുള്ള പല പ്രായക്കാരുടെ ഓണം സെലിബ്രേഷൻ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ LP സ്കൂൾ കുട്ടികളുടെ ഓണം സെലിബ്രേഷൻ കണ്ടിട്ടുണ്ടാവും. അതായത് LKG മുതൽ 4ാം ക്ലാസ് വരെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കിടിലൻ ഒരു ഓണം സെലിബ്രേഷൻ. അതായത് വടംവലിയും ഓണസദ്യയും പാട്ടും ഡാൻസും പൂക്കള മത്സരമൊക്കെ ആയിട്ട് നല്ല കിടുക്കാച്ചി ഓണം സെലിബ്രേഷൻ. അപ്പോൾ എനിക്കും സംശയം ഉണ്ടായിരുന്നുണ്ടോ LKG പിള്ളേരെ വെച്ചിട്ട് എങ്ങനെയാണ് പൂക്കളമൊക്കെ മത്സരമൊക്കെ സംഘടിപ്പിക്കണമെന്ന്. പക്ഷേ ഇവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ മിക്സ് ചെയ്തിട്ട് അത് 4 ടീമായിട്ട് തിരിച്ചു. അപ്പോൾ നാല് പൂക്കളം, അതുപോലെ വടംവലിക്കാണെങ്കിൽ 4 ടീം, അങ്ങനെയാണ് പരിപാടികൾ മുൻപോട്ട് പോയത്. അപ്പോൾ അത് എനിക്കൊരു സന്തോഷം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടീമിലും എല്ലാ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ നമുക്ക് അവരുടെ സെലിബ്രേഷൻ ഒന്ന് കണ്ടുപോകാം. അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. ഓണസദ്യയും പായസമധുരവും ഓർമ്മിപ്പിച്ചുകൊണ്ട് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വിളംബരം ചെയ്തുകൊണ്ട് പൂവിളിയും പൂക്കളവുമായി ഇതാ വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഓണപ്പൂക്കളിൽ വിരിയുന്ന ശോഭയാർന്ന പൂക്കൾ പോലെ നിങ്ങളുടെ ജീവിതവും മനോഹരവും സുഗന്ധപൂരിതവുമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ പൂവിളി 2K24 പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. ഇന്നത്തെ ഈ വർണ്ണാഭമായ ഈ ഒരു വേദി, ഈ ഓണാഘോഷം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹാദരങ്ങളോടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സമൃദ്ധിയുടെ ഒരു പൊന്നോണക്കാലം കൂടി കടന്നു വന്നിരിക്കുകയാണ്. കർക്കിടകത്തിന്റെ വറുതി കഴിഞ്ഞ് കൊയ്ത്തുത്സവത്തിലേക്ക് കടക്കുമ്പോൾ ചിങ്ങമാസത്തിലെ പൊൻപുലരിയിൽ ഓണത്തെ വരവേൽക്കാൻ നാടെങ്ങും ഒരുങ്ങിയിരിക്കുന്നു. ഈ ഓണ നാളിൽ നമ്മെ കാണാൻ എത്തുന്ന ഒരു വിശിഷ്ടാതിഥിയുണ്ട്. ആരാണത്? അതെ, മാവേലി. ഈ മാവേലി എവിടെയായിരുന്നു അറിയാമോ? എവിടെയായിരുന്നു? ഭൂമിയുടെ അടിയില് അല്ലേ? ആ മനോഹരമായ ഒരു കഥയുണ്ട് അതിന് അല്ലേ? പണ്ട് കാലത്ത് അസുരന്മാരും ദേവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കാലത്ത് അസുരന്മാർ, ദേവന്മാരാണ് എപ്പോഴും മുന്നിട്ട് നിന്നിരുന്ന എല്ലാ കാര്യങ്ങൾക്കും. അസുരന്മാരിൽപ്പെട്ട ഒരു രാജാവായിരുന്നു മാവേലി. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഭരണ നേതൃത്വം നാട്ടിലെ ജനങ്ങൾക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു. എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ടിരുന്ന ഒരു നല്ല സുദിനം, നല്ല കുറെ നാളുകളായിരുന്നു മാവേലി വാണിടുന്ന കാലം അല്ലെ? നല്ലൊരു പാട്ടുണ്ട്, മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, എല്ലാ മനുഷ്യരും ഒന്നുപോലെ കരുതിയിരുന്ന ഒരു നല്ല കാലമുണ്ടായിരുന്നു. ആ കാലത്ത് നമ്മുടെ ദേവന്മാർക്ക് ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി നമ്മുടെ മഹാബലി രാജാവിനെ. അങ്ങനെ ദേവന്മാരിൽ ഒരാൾ വാമനനായി വേഷം കെട്ടി നമ്മുടെ മഹാബലി രാജാവിന്റെ അടുത്തെത്തി. എന്താണ് ആവശ്യപ്പെട്ടത്? മഹാബലിക്ക് ഒരു കാര്യമുണ്ടായിരുന്നു. ആരെന്ത് ചോദിച്ചാലും നോ എന്ന് പറയില്ല, എല്ലാം കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. മഹാബലിയുടെ അടുത്ത് വന്നിട്ട് വാമനൻ ചോദിച്ചത് എന്താണ്? 3 അടി മണ്ണ് മാത്രമാണ് അല്ലേ? കേൾക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷേ കൊടുക്കാൻ നോക്കിയപ്പോൾ 1 അടി ഭൂമിയും അടുത്തത് സ്വർഗവും അളന്നു കഴിഞ്ഞു അല്ലേ? പിന്നെ അളക്കാൻ സ്ഥലമില്ല. അങ്ങനെ വന്നപ്പോൾ മഹാബലിയോട് ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ മഹാബലി ഒട്ടും മടിച്ചില്ല. എന്ത് ചെയ്തു? സ്വന്തം തല തന്നെ താഴ്ത്തി കൊടുത്തു അല്ലേ? പ്രജാവത്സലനായ ആ മഹാരാജാവ് ചോദിച്ചത്, വർഷത്തിലൊരിക്കൽ എനിക്ക് എൻ്റെ പ്രജകളെ കാണാനുള്ള അനുവാദം തരണമെന്ന്. അങ്ങനെ വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ വരുന്ന മഹാബലിയെയാണ് നാം ഇന്ന് നാടെങ്ങും കാണുന്നത്. അപ്പോൾ ആ മഹാബലി നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ സ്കൂളിലും എത്തിയിട്ടുണ്ട് അല്ലേ? ഈ ഓണം ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം മാത്രം
അച്ഛനും മക്കളോട് പറയാനുള്ളൂ. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് കുഞ്ഞുമക്കൾക്ക് ഉണ്ടാവണം. മറ്റു കാര്യങ്ങളോ വലിപ്പമോ ചെറുപ്പമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യരെയും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന പോലെ നിങ്ങൾ വലുതാകുമ്പോഴും ഒരേ മനസ്സോടുകൂടി നിങ്ങളുടെ കൂടെയുള്ളവരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികമായിട്ട് വേദന അനുഭവിക്കുന്നവരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഓണം ഒരു ആഘോഷം മാത്രമല്ല, എല്ലാ ദിവസവും ഒരു ഓണത്തിൻ്റെ നല്ല മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഓണം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇത് തന്നെയാണ്. നമ്മൾ സന്തോഷത്തോടുകൂടി ഇരിക്കണം എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു, നല്ല സെലിബ്രേഷൻസ് എല്ലാവർക്കും നേരുന്നു. താങ്ക് യു. ഇനി നമുക്ക് ഇവിടുത്തെ കുട്ടികളുടെയും ടീച്ചർമാരുടെയൊക്കെ മനോഹരമായ ഡാൻസും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഡാൻസ് നമുക്ക് അതേപടി നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല, കാരണം പാട്ട് ഒറിജിനൽ ഉപയോഗിക്കുമ്പോൾ കോപ്പറേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാൻസ് അതിൻ്റെ തനിമ ചോരാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്യുന്ന വീഡിയോയുടെ ആ ഡാൻസ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ചെയ്യുന്ന മുറയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കയറി ആ ഡാൻസ് വീഡിയോസും കൂടി ഒന്ന് കണ്ടേക്കാം കേട്ടോ. ഇനി നമുക്കൊരു അടിപൊളി വടംവലി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 ടീമായിട്ടാണ് വടംവലി നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ വടംവലി ടീം 1ഉം ടീം 2ഉം, രണ്ടാമത്തെ വടംവലി ടീം 3ഉം ടീം 4ഉം കൂടിയാണ്. ഇനി മൂന്നാമതായിട്ട് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് വിജയിക്കുന്ന വിജയികളുടെ വടംവലിയാണ് ഫൈനലായിട്ട് ചെയ്യുന്നത് കേട്ടോ. വലിച്ചോ നീങ്ങുന്നു. ശബ്ദം കേട്ട് ശേഷം മാത്രം വലിക്കാം.
കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്കും കായിക പ്രകടനങ്ങൾക്കും ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുട്ടികളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓണത്തോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിൽ നടന്ന പല പരിപാടികളുടെ വീഡിയോകളെല്ലാം നമ്മൾ യൂട്യൂബിൽ ചെയ്തതിൻ്റെ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കയറി ആ വീഡിയോസൊക്കെ സമയം പോലെ ഒന്ന് കണ്ടേക്കാം. അതുപോലെ കുട്ടികളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം, ലൈക്ക് ചെയ്തേക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും ഹാപ്പി ഓണം.